ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തന്നെ തമ്പലയും കണ്ടപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് മത്തിയാണ്. മത്തി എങ്ങനെ നമ്മൾ ഈ കടയിലൊക്കെ കിട്ടുന്നത് പോലെ തേങ്ങ അരച്ച് എങ്ങനെ ശരിയാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഈ മത്തി തേങ്ങ അരച്ച് വെക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന മീൻകറി പോലെ നമുക്കിന്ന് ഇത് ശരിയാക്കാം. ആദ്യമായിട്ട് തന്നെ ഞാൻ മത്തി ചട്ടിയിലിട്ടിട്ടുണ്ട്. അത് നമുക്ക് ആദ്യമേ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ചെതുമ്പലൊക്കെ കളഞ്ഞ് നല്ല സെറ്റാക്കി മീൻ എടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ വയറ് പൊട്ടിയെന്ന് വിചാരിച്ച് ചീത്ത മത്തിയൊന്നുമല്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ മുട്ടയുണ്ട് കേട്ടോ. നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് ഈ മുട്ടയ്ക്ക് വിശേഷിപ്പിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടെ ഇവിടെ മുട്ടയെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ചില സ്ഥലത്ത് ഇതിനെ പഞ്ഞിയെന്നും അറിയപ്പെടാറുണ്ട്. നിങ്ങൾക്ക് കാണാം രണ്ട് സൈഡിലും മുട്ട ഇരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ വീഡിയോ എടുത്തതാണ്. വെട്ടി ക്ലീനാക്കിയ മത്തികളെല്ലാം ഞാനൊരു ചട്ടിയിലിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് മുട്ടയും കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കഴുകി. അപ്പോൾ അടുത്തായിട്ട് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. തേങ്ങയുടെ കൂട്ടത്തിൽ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചിയും ചുവന്നുള്ളി ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. ഒരു കഷ്ണം വെളുത്തുള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അരച്ച് വെച്ച് ഞാനൊരു ചട്ടിയിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ എനിക്കിങ്ങനെ ഇഷ്ടമാണ് കറിയിലൂടെ വെളുത്തുള്ളി കഴിക്കാൻ. വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അരപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. അരപ്പിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിളക്കണം. ഇത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ചൂടാക്കി തിളച്ചതിന് ശേഷം ഫസ്റ്റ് കുറച്ച് മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ക്ലീൻ ആക്കാൻ വേണ്ടി 3-4 കഷ്ണം കുടംപുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തിളച്ച് വന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ചെറിയ രീതിയിൽ തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിളച്ച് വന്ന സമയത്ത് നമ്മൾക്ക് കിട്ടിയിട്ട് മത്തിയെല്ലാം നന്നായിട്ട് പെറുക്കി ആ കറിയിലോട്ട് ഇടണം. കണ്ടോ, ഏകദേശം ഞാൻ ഇട്ട് അവനൊന്ന് ഇളക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ കിട്ടിയ മുട്ടയും ഒരു തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ചാറ്, ഈ അരപ്പ് കറിയിൽ. അങ്ങനെ ഇളക്കിയ ശേഷം വറയൊക്കെ പൊട്ടിച്ച് അവസാനം വറ്റി സെറ്റായതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. ഉപ്പും നമ്മൾ നോക്കണം കേട്ടോ, ആവശ്യത്തിനുണ്ടോ ഇല്ലയെന്ന്. നിങ്ങളുടെ രീതിക്കനുസരിച്ച് നിങ്ങൾ ഉപ്പിടണം. ചില ആൾക്കാർക്ക് ഉപ്പ് കുറവായിരിക്കും, ചില ആൾക്കാർക്ക് ഉപ്പ് നന്നായിട്ട് വേണം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കറി ഏകദേശം സെറ്റായി, വറയൊക്കെ പൊട്ടിച്ച് നല്ല രീതിക്ക് ഇരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ ഇതിലൂടെ കമൻറ്റ് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നത്, നമ്മൾ കടകളിൽ നിന്ന് ചോറിൻ്റെ കൂടെ വാങ്ങുന്ന രീതിയിലുള്ള മത്തിക്കറിയാണ് ഞാനിന്നിവിടെ കാണിച്ചു തരുന്നത്.